ശബ്ദം ഇല്ലാതെ വിജയിക്കുന്നവരുടെ 5 സ്വഭാവങ്ങൾ. സുഹൃത്തുക്കളെ, ലോകം കൂടുതലായി കേൾക്കുന്നത് ശബ്ദമുള്ളവരെയാണ്. സോഷ്യൽ മീഡിയയിൽ വിളിച്ചുപറയുന്നവരെ, സ്വന്തം വിജയങ്ങൾ കാട്ടിക്കൂട്ടുന്നവരെ. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ വലിയ ഉയരങ്ങളിലെത്തുന്ന പലരും ശബ്ദമില്ലാത്തവരാണ്. അവർ ആരോടും പ്രഖ്യാപിക്കാതെ പടർന്നു വളരുന്ന മരം പോലെ പതുക്കെ വിജയിക്കുന്നു. ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള ശബ്ദമില്ലാതെ ജയിക്കുന്ന ആളുകളുടെ 5 പ്രധാന സ്വഭാവങ്ങൾ കുറിച്ച് സംസാരിക്കാം. 1. അവർ സംസാരത്തേക്കാൾ പ്രവർത്തനത്തെ വിശ്വസിക്കുന്നു. പലർക്കും സ്വപ്നങ്ങൾ പറയാൻ ഇഷ്ടമാണ്, ഞാൻ ഇതു ചെയ്യും, അതു ചെയ്യും എന്ന്. പക്ഷേ ശാന്തമായി വിജയിക്കുന്നവർ അധികം പറയാറില്ല, അവർ നേരെ ജോലി തുടങ്ങും. അവർക്ക് ഒരു നിയമമുണ്ട്. വാക്കുകൾ ശബ്ദമാണ്, പ്രവർത്തനം തെളിവാണ്. ലോകം നിങ്ങളെ വിശ്വസിക്കുന്നത് നിങ്ങൾ പറയുന്നതുകൊണ്ടല്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാലാണ്. അതിനാൽ ഇവർ പ്ലാനുകൾ പോസ്റ്റാക്കില്ല, ഫലങ്ങളായി മാറ്റും. 2. അവർ ക്ഷമയുള്ള യാത്രക്കാരാണ്. വിജയം ഒരു രാത്രികഥയല്ല. പക്ഷേ പലരും 2 ദിവസം പരിശ്രമിച്ച് ഫലം കാണാത്തപ്പോൾ ഉപേക്ഷിക്കും. ശബ്ദമില്ലാത്ത വിജയികൾ അങ്ങനെ അല്ല. അവർക്ക് സമയത്തിന്റെ വില അറിയാം. ഇന്ന് പഠിക്കണം, നാളെ മെച്ചപ്പെടണം, 10 മാസം കഴിഞ്ഞാൽ മാറ്റം കാണാം. ഇവരുടെ ജീവിതമന്ത്രം വേഗം അല്ല, സ്ഥിരതയാണ് ജയിപ്പിക്കുന്നത്. 3. അവർ അനാവശ്യ താരതമ്യം ഒഴിവാക്കുന്നു. മറ്റുള്ളവരോട് തന്നെ താരതമ്യം ചെയ്യുമ്പോഴാണ് മനുഷ്യൻ ക്ഷീണിക്കുന്നത്. അവൻ എന്റെ പോലെയല്ലേ, അവൾ എത്ര മുന്നേറി. ഇതൊക്കെ ചിന്തിച്ചാൽ മനസ്സ് ശബ്ദമാകും. ശാന്തമായി ജയിക്കുന്നവർക്ക് ഒരു മത്സരം മാത്രം. ഇന്നത്തെ ഞാൻ വേഴ്സസ് ഇന്നലെയുടെ ഞാൻ. അവർ സ്വന്തം വളർച്ച മാത്രം നോക്കും. അതുകൊണ്ട് അവരുടെ യാത്ര ശാന്തവും ശക്തവുമാകും. 4. അവർ വിമർശനങ്ങളെ ഇന്ധനമാക്കുന്നു. ലോകം ശ്രമിക്കുന്നവരെ എല്ലായ്പ്പോഴും വിമർശിക്കും. നിനക്കിതാവില്ല, അത് നിന്റെ ലെവൽ അല്ല. പലരും ഇതിൽ തകർന്നുപോകും. പക്ഷേ ശബ്ദമില്ലാത്ത വിജയികൾ ഈ വാക്കുകൾ ശേഖരിക്കും. വേദനയായി അല്ല, ശക്തിയായി. അവർക്ക് അറിയാം, വിമർശനം ഒരു മതിൽ അല്ല, ഒരു പടിക്കല്ലാണ്. 5. അവർ സ്വയം ശാസനം പാലിക്കുന്നു. മോട്ടിവേഷൻ ഒരു തീപ്പൊരി മാത്രമാണ്. ഡിസിപ്ലിൻ ആണ് യഥാർത്ഥ ഇന്ധനം. ആർക്കും കാണാതിരുന്നാലും അവർ ചെയ്യേണ്ടത് ചെയ്യും. സമയം പാലിക്കും. പഠനം മുടക്കിൽ. ആരോഗ്യത്തെ അവഗണിക്കിൽ. ഇവരാണ് നിശബ്ദ യോദ്ധാക്കൾ. കയ്യടി കിട്ടിയാലും ഇല്ലെങ്കിലും മുന്നോട്ട് പോകുന്നവർ. ഒരു ഗ്രാമത്തിൽ 2 യുവാക്കൾ ഉണ്ടായിരുന്നു. ഒരാൾ എല്ലായ്പ്പോഴും പറയുമായിരുന്നു, ഞാൻ വലിയ ബിസിനസ്സുകാരനാകും. മറ്റൊരാൾ ഒന്നും പറയില്ല, ദിവസവും പുസ്തകം വായിക്കും, ചെറിയ ജോലി ചെയ്യും. 5 വർഷം കഴിഞ്ഞപ്പോൾ ആദ്യവൻ ഇപ്പോഴും സ്വപ്നം പറയുകയായിരുന്നു. രണ്ടാമൻ ശാന്തമായി സ്വന്തം സ്ഥാപനമാരംഭിച്ചു. ലോകം അവനെ അപ്പോൾ മാത്രമാണ് ശ്രദ്ധിച്ചത്. ഇതാണ് ശബ്ദമില്ലാത്ത വിജയത്തിന്റെ സത്യം. നിങ്ങൾക്കായി 3 ചോദ്യങ്ങൾ. നിങ്ങൾ കൂടുതൽ സംസാരിക്കുകയാണോ, പ്രവർത്തിക്കുകയാണോ? ഫലം വൈകുമ്പോൾ ഉപേക്ഷിക്കുമോ? മറ്റുള്ളവരുടെ അഭിപ്രായമാണ് നിങ്ങളുടെ വേഗം നിശ്ചയിക്കുന്നത്. ഇന്ന് ഈ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരം പറയൂ. സുഹൃത്തുക്കളെ, വിജയം മൈക്ക് പിടിച്ചുകൊണ്ട് വരില്ല. അത് നിശബ്ദമായി വിയർപ്പിലൂടെ, ശീലങ്ങളിലൂടെ വരും. നിങ്ങൾക്കും ശബ്ദമില്ലാത്ത വിജയിയായി മാറാം. ഇന്ന് ഒരു ചെറിയ ശീലം മാറ്റിയാൽ മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഒരു ലക്ഷ്യം കമന്റിൽ എഴുതൂ. നാളെ മുതൽ നമുക്കും ശബ്ദമില്ലാതെ ജയിക്കാം.